നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 സവാള, ഇവ മൂന്നും മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. 2 മിനിറ്റിന് ശേഷം 3 വലിയ തക്കാളി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് വഴറ്റുക. ഇതിനോടൊപ്പം തന്നെ 15 കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് വഴറ്റാം. സവാള വഴറ്റി ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല. സവാളയും തക്കാളിയും സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റിവെക്കുക. തണുത്ത ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ അരച്ചു വെച്ച സവാള, തക്കാളി, കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് അരച്ചെടുത്തത്. ഈ ഒരു പേസ്റ്റ് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ പേസ്റ്റ് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. $250 ഗ്രാം പനീറാണ് ഞാനിവിടെ ചേർക്കുന്നത്. പനീറിന് അധികം വേവില്ല. മാക്സിമം 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഈ ക്രീം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കരുത്.
1 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. അടുത്തത് കസൂരി മേത്തിയാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അത് നന്നായി ക്രഷ് ചെയ്തിട്ട് വേണം, കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.